ഹായ് വെൽക്കം. അപ്പോൾ നമുക്ക് അടിപൊളി പാൽവാഴക്ക ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെയുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായി നമ്മൾ അണ്ടിയും മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടുള്ളൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം അണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, അതിനുശേഷം മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് പഴമാണ്. അപ്പോൾ ഈ പഴം ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ട് ഈ അണ്ടി മുന്തിരി റോസ്റ്റ് ചെയ്ത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ, ഇല്ലാതെ അങ്ങ് ഒടിഞ്ഞു പോകണ്ട ആ ഒരു പരുവത്തിൽ. അതിന് വേണ്ടിയിട്ട് ഇതാ ലേശം സാവുനരി കഴുകി വൃത്തിയാക്കി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടെടുത്തു. പുതിർത്തണം എന്നൊന്നുമില്ല, എങ്കിലും ലേശം നേരം ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചെടുത്താൽ മതി. എന്നിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് ഏലക്കായി ഇങ്ങനെ ചതച്ചതോ അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അതൊന്നിങ്ങനെ കുക്കായി വരുന്ന സമയത്ത് കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും ആ ഒരു സാവുനരി ഉണ്ടാവുക. അതിന് ശേഷം നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. പാൽ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് അതിനനുസരിച്ച് ഞാൻ പാലൊഴിച്ചു. അപ്പോൾ തേയില തോന്നുകയാണെങ്കിൽ ലേശം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പഴം ഇട്ട് കൊടുക്കുക. പഴം അത്യാവശ്യം ഒന്ന് വെന്ത് വരണം കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ അത് വെന്തെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ അണ്ടിയും മുന്തിരി വറുത്തതും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പഞ്ചസാര ഒന്നും ഈ സമയത്ത് ചേർക്കുകയോ ചെയ്യരുത് കേട്ടോ. ഇത് കുക്കാവാതെ ചേർത്ത് കൊടുക്കരുത്. ഇനിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. നമ്മളെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പാൽവാഴക്ക റെഡിയാക്കാം, എന്നാലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.